നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വാട്ട് എ മാച്ച്! ഇതിനേക്കാൾ മികച്ചൊരു ത്രില്ലർ ഉണ്ടോ? ഇങ്ങനെയുള്ള IPL മത്സരങ്ങൾ കാണുന്നതിനേക്കാൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം പകരുന്ന മറ്റൊന്നുണ്ടോ? എന്തായാലും RCB ആരാധകർക്കൊടുവിൽ ഹൃദയം തകർന്ന അവസ്ഥയാണ്. ഒറ്റ റൺസിനാണ് KKR വിജയിച്ച് കയറിയിരിക്കുന്നത്. KKRന്റെ 222 ചേസ് ചെയ്ത് 221 റൺസിന് ഓൾ ഔട്ടായി പോയി RCB. ഒറ്റ റൺസിൻ്റെ തോൽവി. എന്തൊരു ഡ്രാമയാണ്! ഒരുപാട് ചേരുവകൾ ഇതിലുണ്ട്. എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവസാന ഓവർ മാത്രം ഒന്ന് എടുത്തു നോക്കുക. ബൗളറായിട്ടുള്ള കരൺ ശർമ്മയാണ് 25 കോടിയുടെ മുതലിനെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നത്. 6 അങ്ങനെ സിക്സറുകൾ പിറക്കുന്നു. 3 സിക്സറുകൾ. പിന്നെ 2 പന്തിൽ നിന്ന് 3 റൺസ് മതി എന്ന ഒരവസ്ഥയിൽ ആ ഒരു ക്യാച്ച് വരുന്നു. ലോ ഫുൾ ടോസ് ആണ്, റിട്ടേൺ ക്യാച്ചായി പോകുന്നത്. അടുത്ത പന്തിൽ ആ റൺഔട്ട്, ആ ത്രോ വളരെ മോശമായൊരു ത്രോയാണ്. അത് പിടിച്ചു ജമ്പ് ചെയ്തത് അത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അവിടെയും കളി തീരാതെ, കളി തീർന്നു എന്നങ്ങ് ഉറപ്പാവാതെ തെടമ്പേർ കൊടുക്കേണ്ട അവസ്ഥ. അതാണ് എല്ലാ അർത്ഥത്തിലും വല്ലാത്തൊരു ത്രില്ലറായിരുന്നു എന്ന് പറഞ്ഞത്. ഇപ്പൊ പല കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും ആരാധകർക്ക്. DK ടേൺ ഡൗൺ ചെയ്ത ആ സിംഗിളുകൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും മികച്ച രൂപത്തിൽ പന്തെറിയാൻ ആന്ദ്രെ റസലിന്റെ സാന്നിധ്യം ഇല്ലായിരുന്നെങ്കിൽ KKRന്റെ അവസ്ഥ എന്താവുമായിരുന്നു? ഫേസ് ഓഫ് അതായിരുന്നു അവരുടെ മന്ത്രം. അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ അവിടെ ആന്ദ്രെ റസലുണ്ട്. പിന്നെ ഹർഷിത് റാണ, എന്തൊരു ടാലന്റാണ് അദ്ദേഹം! എത്ര പ്രഷറുള്ള ഘട്ടത്തിലും ഇങ്ങനെ ബൗൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അതും മിച്ചൽ സ്റ്റാർക്ക് പരാജയപ്പെടുന്നിടത്താണ്. സാഹചര്യത്തിനനുസരിച്ച് പന്തെറിയാൻ സ്റ്റാർക്കിന് കഴിയുന്നില്ല. അത്ഭുതകരമായിട്ട് തോന്നുന്നു. അദ്ദേഹം ഫേസ് ഓൺ ആക്കുന്നു, അതിന് അടി കിട്ടുന്നു. അത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം സുനിൽ നരയൻ തൻ്റെ മികവ് പന്തുകൊണ്ട് കാണിക്കുന്നു. പിന്നെ ഡ്രാമയുടെ തുടക്കം RCBയുടെ ബാറ്റിങ്ങിൽ തന്നെ കണ്ടില്ലേ? തുടക്കത്തിൽ തന്നെ കോഹ്ലിയുടെ ഔട്ട്, അദ്ദേഹം വലിയ രൂപത്തിൽ ദേഷ്യപ്പെടുന്നു അമ്പയറോട്. അതുപോലെ ആ ക്യാച്ച് ക്യാരി ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുമ്പോൾ വിൽ ജാക്സ് എടുത്ത ക്യാച്ച് അവസാനത്തിൽ അത് ഒരു ആംഗിൾ മാത്രമേ കിട്ടുന്നുള്ളൂ തേർഡ് അമ്പയർക്ക് നോക്കാൻ, മറ്റേ ആംഗിൾ കിട്ടുന്നില്ല. അഡമന്റ് ആയിട്ട് വിൽ ജാക്സ് അത് ക്യാച്ചാണ്, ക്യാരി ചെയ്തിട്ടുണ്ട് എന്ന് അമ്പയറോട് ദേഷ്യപ്പെടുന്നു. എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്! എത്ര മനോഹരമായിട്ടുള്ളൊരു കളിയാണ് നമ്മൾ കണ്ടത്! വിശദമായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ടോസ് ലഭിച്ചിട്ട് RCB ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ഈഡൻ ഗാർഡൻസിൽ നന്നായിട്ട് റൺ ഒഴുകുന്നുണ്ട്. 200 റൺസിന് മുകളിൽ കഴിഞ്ഞ 3 കളികളിൽ 2 എണ്ണത്തിലും വന്നിട്ടുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനിക്കുന്നത്. KKR ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ സുനിൽ നരയന്റെ വെടിക്കെട്ട് ഫിൽസാൾട്ടിനൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയെങ്കിൽ ഫിൽസാൾട്ടാണ് ഇന്ന് കാര്യങ്ങൾ ഏറ്റെടുത്തത്. എന്തൊരു ഇന്നിങ്സ് ആണ് അദ്ദേഹം കളിച്ചത്! 14 പന്തുകളിൽ നിന്ന് 7 4 3 സിക്സറും അടക്കം അദ്ദേഹം 48 റൺസ് അങ്ങ് അടിച്ചിട്ടു. എന്നിട്ട് അദ്ദേഹം അങ്ങ് മടങ്ങിപ്പോയി. മുഹമ്മദ് സിറാജിന്റെ പന്തിൽ പട്ടിദാര പിടിച്ചാണ് പുറത്താകുന്നത്. അതേസമയം സുനിൽ നാരായണന് മികവ് കാണിക്കാൻ പറ്റിയില്ല. 15 പന്തിൽ നിന്ന് 2 ഫോറുകൾ സഹായത്തോടെ അദ്ദേഹം 10 റൺസുമായിട്ട് മടങ്ങി. പിന്നെ രഘുവൻഷിയെ ബാറ്റ് ചെയ്യാൻ വേണ്ടി വിടുന്നു. രഘുവൻഷി പരാജയപ്പെടുന്നു, 3 റൺസിന് മടങ്ങുന്നു. വെങ്കടേഷ് അയ്യർ 16 റൺസ്. അപ്പൊ ഇത് KKRന്റെ ദിനമല്ല എന്ന തോന്നലുണ്ടായെങ്കിൽ അങ്ങനെയല്ല എന്ന് ഉറപ്പിക്കുന്നതാണ് പിന്നെ കാണുന്നത്. ഇപ്പൊ മറ്റു ബാറ്റർമാരൊക്കെ പരാജയപ്പെട്ടിട്ടും KKRന്റെ റൺ റേറ്റ് 10 മുകളിൽ തന്നെ നിന്നത് ഫിൽസാൾട്ട് തുടക്കത്തിൽ അടിച്ചിട്ട ആ മികവിലാണ്. അത് നമ്മൾ കാണാതെ പോകരുത്. ഫിൽസാൾട്ടാണ് ആ ഒരു ബേസ് ഒരുക്കി കൊടുക്കുന്നത്. പിന്നെ ശ്രേയസ് അയ്യരും റിങ്കുവും ചേർന്നുകൊണ്ടാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റിങ്കു പുറത്താകുമ്പോഴേക്കും അവരുടെ സ്കോർ കാർഡിൽ 137 റൺസ്. 14ാമത്തെ ഓവറിന്റെ തുടക്കത്തിലാണ് റിങ്കു പോകുന്നത്. 16 പന്തിൽ നേരിട്ട് 2 ഫോറും 1 സിക്സും അടക്കം അദ്ദേഹം 24 റൺസ് അടിച്ചിരുന്നു. റസൽ ശ്രേയസ് അയ്യർക്ക് കൂട്ടെത്തുന്നു. അയ്യർ അവസാനം ആക്സലറേറ്റ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം 7 പന്തുകളിൽ നിന്ന് 7 ഫോറും 1 സിക്സും അടക്കം 36 പന്തുകളിൽ നിന്ന് 50 റൺസ് എടുക്കുന്നത്. പക്ഷേ ക്യാമറൺ ഗ്രീന്റെ പന്തിൽ ഫാഫ് ഡു പ്ലസി പിടിച്ച് പുറത്താവുകയായിരുന്നു. എന്നാൽ രമൺദീപ് സിംഗ് അവസാനത്തിൽ കാണിച്ച ആ ഒരു മികവില്ലേ, അതാണ് അവസാനം കളിയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയത്, വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയത്. രമൺദീപ് സിംഗ് 9 പന്തുകളിൽ നിന്ന് 2 ഫോറും 2 സിക്സറും അടക്കം 24 റൺസ് അടിച്ചെടുത്തു. ആന്ധ്ര റസൽ 20 പന്തിൽ നിന്ന് 27 റൺസുമായിട്ട് പുറത്താകുന്നു. അങ്ങനെ 222 റൺസാണ് കുറിക്കപ്പെട്ടത്. സിറാജ് ആദ്യത്തെ 3 ഓവറുകൾ മികച്ച രൂപത്തിൽ എറിഞ്ഞാണ് അവസാന ഓവറിലാണ് അദ്ദേഹത്തിന് അടി കിട്ടിയത്. അങ്ങനെ 4 ഓവറിൽ 40 എന്ന രൂപത്തിൽ അദ്ദേഹം ഫിനിഷ് ചെയ്തു. യാഷ് ദയാലിന് 4 ഓവറിൽ 56. ലോക്കി ഫെർഗൂസനെ നോക്കണം,
അദ്ദേഹത്തിന് ആദ്യ ഓവറിൽ ഫീൽഡ്സായിട്ട് പഞ്ഞി കിട്ടൂ. ഓ 6 4 4 6 4 4 അങ്ങനെ 28 റൺസ് കൊടുത്താണ്. പക്ഷെ അദ്ദേഹം പിന്നീട് നന്നായിട്ട് എറിഞ്ഞിട്ടുണ്ട്. 4 ഓവറിൽ 47 റൺസിൽ ഒതുങ്ങി. പിന്നെ ഏതായാലും കരൺ ശർമ്മ 4 ഓവറിൽ 33 റൺസ്, ഗ്രീന് 4 ഓവറിൽ 35 റൺസും 2 വിക്കറ്റ്. അപ്പം 222 എന്ന റൺസിലേക്ക് KKR എത്തുമ്പോൾ ഇത് പേസ് ഓഫ് ആയിരിക്കും അവരുടെ പ്രധാന തന്ത്രം എന്നുള്ളത് ഉറപ്പായിരുന്നു. അങ്ങനെ വരുമ്പോൾ ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും, അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ആളുകൾ അവരുടെ കയ്യിലുണ്ട്. ഇമ്പാക്ട് പ്ലെയറായിട്ട് സുയാഷ് ശർമ്മയെ കൂടി കൊണ്ടുവരുന്നു. അപ്പൊ കാര്യം വ്യക്തമാണ്. സുയാഷ് ഉണ്ട്, സുനിൽ നരേൻ ഉണ്ട്, വരുൺ ചക്രവർത്തി ഉണ്ട്. സ്പിന്നർമാർക്കെതിരെ ഒരു അല്പം ബുദ്ധിമുട്ടുന്ന RCB ആണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കണ്ട അതിന്റെ കണക്കുകൾ നമ്മൾ ഇന്ന് പ്രിവ്യൂ ചെയ്തപ്പോഴേ പറഞ്ഞതാണ്. ഈ ഒരു ഇമ്പാക്ട് സബും നമ്മൾ ആ ഒരു പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു. അവർ സുയാഷ് ശർമ്മ ഇറക്കാൻ സാധ്യതയുണ്ട്, സ്പിന്നറെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഇമ്പാക്ട് ആയിട്ടെന്ന്. അത് തന്നെ സംഭവിച്ചു. തുടക്കത്തിൽ പക്ഷേ 10 റൺസിന് മുകളിൽ അടിച്ചു പോയെങ്കിൽ മാത്രമേ റൺ റേറ്റ് ഒപ്പം പിടിക്കാൻ കഴിയൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിരാട് കോഹ്ലി നല്ല മൂഡിലായിരുന്നു. 7 പന്ത്, അദ്ദേഹം 6 പന്തുകൾ നേരിട്ടപ്പോഴേക്കും ഒരു 4ഉം 2 6ഉം അടക്കം 18 റൺസിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 7ാമത്തെ പന്ത് ഹർഷിത് റാണ, ആക്ച്വലി ആ ബോൾ ഹർഷിത് റാണയുടെ കയ്യിൽ നിന്ന് ഗ്രിപ്പ് ലൂസായി എന്ന ഫീലിംഗ് ആണുള്ളത്. അത് ലൂപ്പ് ചെയ്ത് വന്നൊരു പന്താണ്. അദ്ദേഹം ആ ഒരു ഘട്ടത്തിൽ അതിന് പെനാൽറ്റി ആയിട്ട് നോ ബോൾ വരുമോ എന്ന് നമ്മൾ കരുതിയതാണ്. പക്ഷെ അത് അദ്ദേഹത്തിന് ഗുണകരമായി മാറുന്ന ഒരു കാഴ്ചയാണ്. അത് നോ ബോൾ അല്ല എന്ന് അമ്പയർ വിധിക്കുന്നു. അതിന് കാരണം ക്രീസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് അത് വിരാട് കോഹ്ലി ഫേസ് ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ അത് വേസ്റ്റ് ഹൈറ്റ് ആണ്, എബവ് വേസ്റ്റ് ഹൈറ്റ് ആണ് വരുന്നത്. അതാണ്. പക്ഷേ അത് കോഹ്ലി സർപ്രൈസ്ഡ് ആകുന്നു. നേരെ വളരെ എളുപ്പത്തിലുള്ള ഒരു ക്യാച്ചായിട്ട് ഹർഷിത് റാണയുടെ കൈകളിലേക്ക് പോവുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അത് തേടംബേർക്ക് റെഫർ ചെയ്യപ്പെടുമ്പോൾ തേടംബേർ എന്താണ് ചെയ്യേണ്ടത്? മൈക്കിൾ കപ്പാണ് തേടംബേർ. അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു ടെക്നോളജിയാണ് ഇപ്പൊ നോക്കുന്നത്. എബോവ് വേസ്റ്റ് ആയിട്ടാണോ അല്ലയോ എന്നുള്ളതിന് ബാറ്ററിയുടെ ആ ഒരു വേസ്റ്റ് ആയിട്ടും എടുക്കും, ബോൾ എത്ര ഉയരത്തിലാണ് എന്ന് നോക്കുകയും ചെയ്യും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ കോഹ്ലി ക്രീസിന് പുറത്തേക്ക് ഇറങ്ങിയ ആ ഘട്ടത്തിലാണ് എബോവ് വേസ്റ്റ് ആയിട്ട് ആവുന്നുള്ളൂ. പിന്നെ ബോൾ ഡിപ്പിൻ ചെയ്യുകയാണ്. അപ്പൊ ഡിപ്പിൻ ചെയ്യുമ്പോൾ അദ്ദേഹം നോർമലി ക്രീസിൽ തന്നെ നിൽക്കുകയായിരുന്നെങ്കിൽ ബിലോ വേസ്റ്റ് ആയിട്ടേ ബോൾ പോവുകയുള്ളൂ എന്ന് ടെക്നോളജി വഴി കണ്ടെത്തിയപ്പോൾ അത് ഔട്ടാണ്. മറ്റു മാർഗങ്ങളില്ല. ഇത് നമ്മൾ തേർഡ് അമ്പയർ തെറി പറയുന്നതിലെ കമന്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. ബേസ്റ്റ് അമ്പയറിംഗ് എന്നൊക്കെ. ഇത് ആക്ച്വലി തേർഡ് അമ്പയറുടെ കോളല്ല, ഇത് ടെക്നോളജി കോളാണ്. സോ അത് ഔട്ടാണ്. അതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇപ്പം കടുത്ത RCB ആരാധകർക്ക് മറ്റു വിമർശനങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് മാത്രമേ ഉള്ളൂ. കോഹ്ലി ആ ഘട്ടത്തിൽ വല്ലാതെ ദേഷ്യപ്പെട്ടു. കാരണം കോഹ്ലി സ്വാഭാവികമായിട്ടും അദ്ദേഹം കരുതുന്നത് അത് എബോവ് വേസ്റ്റ് ആയിട്ട് ആണെന്നാണ്. അതിപ്പം ആ ഘട്ടത്തിൽ ഫാഫ് ഡു പ്ലസിയും അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത്. വളരെ അധികം അമ്പയറോട് ദേഷ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം കയറി പോകുന്നത്. ഏതായാലും കോഹ്ലി പോയതിന് തൊട്ട് പിന്നാലെ ഫാഫ് ഡു പ്ലസി മടങ്ങിയപ്പോൾ 2 പ്രധാന സീനിയർ ബാറ്റർമാരും പോയി കഴിഞ്ഞിരുന്നു. പിന്നെ വിൽ ജാക്സൺ നമുക്കറിയാം, അദ്ദേഹം തട്ടുപൊളിപ്പൻ ബാറ്ററാണ്. അദ്ദേഹം കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത്. 32 പന്തുകൾ, 4 4ഉം 5 6ഉം ആ ബാറ്റിൽ നിന്ന് പിറന്നു. 55 റൺസ്. പട്ടിദാർ താൻ ഫോമിലാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ഇന്നിങ്സ് ആണ് കളിക്കുന്നത്. 23 പന്തുകളിൽ നിന്നും 3 4ഉം 5 6ഉം അടക്കം അദ്ദേഹം 52 റൺസ്. 2 പേരെയും മടക്കിക്കൊണ്ട് ആന്ദ്രെ റസൽ തന്റെ പണിയങ്ങ് ആരംഭിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, പേസ് ഓഫ് എന്നുള്ളതായിരുന്നു അവരുടെ മന്ത്രം. അത് കൃത്യമായിട്ട് ചെയ്തു ആന്ദ്രെ റസൽ. ആക്ച്വലി റസലിന്റെ ആ ബോള് വിൽ ജാക്സ് അടിക്കുമ്പോൾ അത് സ്ലോട്ടിൽ വന്ന ബോളാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് ബൗണ്ടറി ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. നേരെ രഘുവംശിയുടെ കൈകളിൽ എത്തുകയായിരുന്നു. അതേസമയം ഹർഷിത് റാണയാണ് രജത് പട്ടീദാറിനെ പിടിക്കുന്നത്. 23 പന്തുകളിൽ നിന്ന് 52 റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന. പിന്നെ അങ്ങനെ സെറ്റായിട്ടുള്ള ബാറ്റർമാർ പോകുമ്പോൾ പിന്നീട് വരുന്നില്ല, ഇതിൽ ഉറപ്പിച്ച് കളിക്കേണ്ടതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ക്യാമറൺ ഗ്രീന് ഒരിക്കൽ കൂടി പരാജയപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. സുനിൽ നരേനാണ് അദ്ദേഹത്തെ മടക്കി വിടുന്നത്. രമൺദീപ് സിംഗ് പിടിച്ചു പുറത്താവുകയായിരുന്നു. സുനിൽ നരേന് 6 അടിച്ചു, തൊട്ടു പിന്നാലെ ഔട്ടായി പോകുന്നു. അതിന് പിന്നാലെ മഹിബാൽ ലംറോർ റിട്ടേൺ ക്യാച്ച് നൽകി മടങ്ങിപ്പോയതോടെ RCB വീണു എന്നുള്ള തോന്നലാണ്. സുയാഷ് പ്രഭുദേശായിയും ദിനേശ് കാർത്തികും ചേർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം കൃത്യമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ പ്രഭുദേശായിയൊക്കെ ബുദ്ധിമുട്ടുന്ന രൂപത്തിലാണ് പല ഘട്ടങ്ങളിലും തോന്നിയത്. ഒടുവിൽ ഹർഷിത് റാണയുടെ പന്തിൽ അങ്കരീഷ് രഘുവംശി പിടിച്ച് അദ്ദേഹം പുറത്താകുന്നു. 24 റൺസ്. DKക്ക് കൂട്ടായിട്ട് കരൺ ശർമ്മ കഴിഞ്ഞു. ഇനി DKക്ക് മാത്രമേ അടിക്കാൻ കഴിയൂ എന്ന ഒരു വിശ്വാസത്തിലാണ് അപ്പോഴുള്ളത്. അപ്പോൾ DK അത് സ്വയം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. അതുകൊണ്ടാണ് പല ഘട്ടത്തിലും അദ്ദേഹം സിംഗിളുകൾ ടേൺ ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനത്തെ ഓവർ കഴിയുമ്പോൾ നമുക്കുള്ള ഫീലിംഗ് അത് വേണ്ടായിരുന്നു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. 17ാമത്തെ ഓവറിലും 18ാമത്തെ ഓവറിലും
മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞ വരുൺ ചക്രവർത്തിയെയും ഹർഷിത് റാണയെയും എന്തായാലും അഭിനന്ദിക്കേണ്ടതുണ്ട്. അവർ രണ്ടുപേരും റണ്ണൊഴുക്ക് തടഞ്ഞിടത്താണ് RCB ശരിക്കും ബുദ്ധിമുട്ടുന്നത്. DK ആക്സിലറേറ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു കാഴ്ച. അങ്ങനെ 19ാമത്തെ ഓവർ എറിയാൻ നമുക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അത് എറിയാൻ വേണ്ടി വരുന്നത് റസലായിരിക്കും, പേസ് ഓഫ് എന്നുള്ളതാണ് ഉദ്ദേശം എന്നുള്ളത്. അങ്ങനെ പേസ് ഓഫ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് DK അവസാനം ഔട്ടാകുന്നത്. DKക്ക് അറിയാമായിരുന്നു ആ ഓവറിൽ അവസാന ബോളിൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം അദ്ദേഹം സ്കൂപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അദ്ദേഹം ഉദ്ദേശിച്ച പോലെ അത് ഫൈനലിലേക്ക് ഇൻസൈഡ് ദി സർക്കിൾ ആയിരുന്നു, അതിന് മുകളിലൂടെ അടിക്കാനുള്ള ശ്രമത്തിലേക്കാണ് അദ്ദേഹം പോയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഉദ്ദേശിച്ച പോലെ കണക്ഷൻ കിട്ടിയില്ല, ഔട്ടായി കഴിഞ്ഞു എന്ന് തോന്നിയതാ, പക്ഷെ കഴിഞ്ഞില്ല. അതാണ് ഈ കളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ തീർന്നു എന്ന് കരുതുന്നിടത്ത് മറ്റൊരാൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. കരൺ ശർമ്മക്കെതിരെ എറിയാൻ പോകുന്നത് മിച്ചൽ സ്റ്റാർക്കാണ്. നമുക്കതറിയാമായിരുന്നു സ്റ്റാർക്ക് പേസ് ഓൺ ചെയ്യുമെന്ന്. അവിടെ DK ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. കാരണം DKക്ക് അത് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോ കരൺ ശർമ്മയെ കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ കരുതിയെങ്കിൽ തെറ്റി. ആദ്യം വന്ന് തന്നെ സിക്സർ അങ്ങ് പറത്തുന്നു കരൺ ശർമ്മ. അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പോലെ ഒരാള് ഇങ്ങനെ വേഗത്തിൽ പന്തെറിയുന്നത് ആ ഘട്ടത്തിൽ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആരാധകർക്ക് അത്ഭുതപ്പെടുന്ന കാഴ്ചയാണ്. സന്ദർഭത്തിനനുസരിച്ച് എറിയാൻ സ്റ്റാർക്കിനെ പോലെ ഒരാൾക്ക് കഴിയും, പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നറിയില്ല. ഏതായാലും തൊട്ടു പിന്നാലെ വീണ്ടും അതുപോലെ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ച. പിന്നെയാണ് ആ ഒരു ക്യാച്ച് വിഷയം വരുന്നത്. എഡ്ജ് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ക്യാച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ വിൽ ജാക്സൺ എന്നുള്ളതാണ് ചോദ്യം. അത് ഒരൊറ്റ ആംഗിൾ മാത്രമേ അവൈലബിൾ ഉള്ളായിരുന്നു. സൈഡ് ഓൺ ആംഗിൾ തേടംബർ ചോദിച്ചെങ്കിലും അത് ബ്ലറായിട്ടാണ് കാണുന്നത്, കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹം അവൈലബിൾ ആയിട്ടുള്ള ആംഗിൾ വെച്ച് ബോൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തു എന്ന് വിധിച്ചുകൊണ്ട് നോട്ട് ഔട്ട് പറയുകയാണ്. വിൽ ജാക്സ് ശരിക്കും അതിൽ ദേഷ്യപ്പെട്ടു. അമ്പയറിന്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. അദ്ദേഹം അഡമന്റ് ആയിരുന്നു താനത് ക്ലീൻ ക്യാച്ചാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മറ്റൊരു ആംഗിൾ അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ട് നോട്ട് ഔട്ട് എന്ന് പറയുന്നു. വീണ്ടും സിക്സറിലേക്ക് പോകുന്നു. അതിനുശേഷം സംഭവിച്ചത് നോക്കുക. ലോ ഫുൾ ടോസ്, മറ്റ് പന്തുകൾ സിക്സറിലേക്ക് പറത്തിയ കരൺ ശർമ്മയിൽ നിന്ന് നമ്മൾ നല്ലൊരു ഷോട്ട് പ്രതീക്ഷിച്ചെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അത് ഡയറക്റ്റ് ആയിട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ട് മിച്ചൽ സ്റ്റാർക്കിന്റെ കൈകളിലേക്ക് ഔട്ടാവുന്നു. പിന്നെ അവസാന പന്തിൽ സംഭവിച്ചത് വീണ്ടും പറയണ്ടല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇതില് KKRന്റെ തന്ത്രം എന്ന് പറയുന്നത് പേസ് ഓഫ് ആക്കുക എന്നുള്ളതാണ്. അത് വെച്ച് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുക. മറ്റ് തന്ത്രങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ അവർക്ക് ആളുണ്ടായിരുന്നു. 3 സ്പിന്നർമാരെ കൂടാതെ ആന്ധ്രെ റസലും അത് വ്യക്തമായിട്ട് ചെയ്യുന്നയാളായിരുന്നു. അപ്പം അതവർ കൃത്യമായിട്ട് ആ പ്ലാൻ നടപ്പാക്കി. ഒടുവിൽ പക്ഷേ കരൺ ശർമ്മയുടെ ഈ അടിയാണ് കാര്യങ്ങൾ ഇത്രത്തോളം ക്ലോസ് ആക്കി മാറ്റിയത് എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും RCB പൊരുതി തോറ്റു. RCB ആരാധകരുടെ ഹൃദയം തകരുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.